ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം. ഓരോ ദിനവും അതിശയകരമായി അത്ഭുതകരമായി നമ്മെ ഏവരെയും കാത്തുപരിപാലിക്കുന്ന സർവകൃപാലുവായ ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് 2025 മാർച്ച് മാസം 19-ാം തീയതി ബുധനാഴ്ച. ഈ ദിനം വളരെ അനുഗ്രഹത്തോടെ, സ്തോത്രത്തോടെ, പ്രാർത്ഥനയോടെ എല്ലാ പ്രതികൂലങ്ങളെയും അതിജീവിച്ച് ദൈവകൃപയിൽ ആശ്രയിച്ച് മുന്നേറുവാൻ കർത്താവ് ഏവരെയും സഹായിക്കട്ടെ. ജീവജലത്തിൽ കൂടി ഇന്നത്തേക്ക് നമുക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്ന വാഗ്ദത്ത വചനം യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം 14-ാം വാക്യം. എസെക്കിയേൽ ചാപ്റ്റർ 37 വേഴ്സ് 14 നാം ഇപ്രകാരം വായിക്കുന്നു: നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിൽ ആക്കും, ഞാൻ നിങ്ങളെ സ്വദേശത്ത് പാർപ്പിക്കും, യഹോവയായി ഞാൻ അരുളിച്ചെയ്ത് നിവർത്തിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയും എന്ന് യഹോവയുടെ അരുളപ്പാട്. യെഹെസ്കേൽ പ്രവചനം 37-ാം അധ്യായം യേശുക്രിസ്തുവിന്റെ പുനരാഗമനവുമായി സംബന്ധിച്ച് അനേക പ്രാവശ്യങ്ങളിൽ ആവർത്തിച്ച് പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ള അതിനാധാരമായ ഒരു അധ്യായമാണ്. ഇതാ, യഹോവയുടെ കൈ പ്രവാചകന്റെ മേൽ വന്നിട്ട് അവനോട് പറയുകയാണ്, നീ താഴ്വരയിലേക്ക് ചെല്ലുക. താഴ്വരയിൽ ചെന്നപ്പോഴാണ് കാണുന്നത് അസ്ഥികളാൽ, അതും തീരെ ഉണങ്ങിയ അസ്ഥികളാൽ നിറയപ്പെട്ട താഴ്വര. തുടർന്ന് ദൈവത്തിന്റെ ആത്മാവ് പ്രവാചകനോട് പറയുകയാണ്, നീ കാണുന്നത് എന്നും ഇങ്ങനെ ആവുകയില്ല, എന്നും ഇങ്ങനെ ഇരിക്കുകയില്ല. ഇത് അസ്ഥി അസ്ഥിയോട് ചേരും. ഞാനിതിന് മജ്ജയും മാംസവും ഞരമ്പും ത്വക്കും എല്ലാം പിടിപ്പിച്ച് ശ്വാസം കൊടുക്കും. ഇങ്ങനെ പ്രവചിക്കുവാൻ പറഞ്ഞ് പ്രവചിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഓരോന്നോരോന്ന് സംഭവിക്കുകയാണ്. ദയവായി നിങ്ങൾ 37-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുക. അങ്ങനെ ഇതാ ശ്വാസമൊക്കെ വന്ന് എഴുന്നേറ്റ് നിന്നു, എന്നാലും വേണ്ട പൂർണ്ണതയിൽ എത്തിയില്ല. പ്രവാചകനോട് പറയുകയാണ്, നീ കാണുന്ന ഈ പ്രത്യേക അവസ്ഥയിലുള്ള ഈ താഴ്വരയുണ്ടല്ലോ, ഇത് സൂചിപ്പിക്കുന്നത് എന്റെ ജനമായ ഇസ്രായേലിനെയാണ്. അവർ പറയുന്നു, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നിരിക്കുന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞു പോയിരിക്കുന്നു, ഞങ്ങൾ മുൻപോട്ട് നോക്കുമ്പോൾ യാതൊരു വിധത്തിലുമുള്ള പ്രത്യാശയുമില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ സ്വർഗത്തിലെ ദൈവം പ്രവാചകൻ കൂടെ പറയുകയാണ്, ഞാൻ നിങ്ങളെ ശവക്കുഴിയിൽ നിന്നും തോണ്ടിയെടുക്കുന്ന ദൈവമാണ്. നിങ്ങളെ ഞാൻ എത്തേണ്ടിടത്ത് എത്തിക്കും, നിങ്ങളുടെ സ്വദേശത്ത് പാർപ്പിക്കും. മാത്രമല്ല, എന്റെ ആത്മാവിനെ നിങ്ങളിൽ ആക്കും. പ്രിയ ദൈവമക്കളെ, പലപ്പോഴും നാം കടന്നുപോയ ജീവിതത്തിന്റെ വേദന നിറഞ്ഞ, വൈകാരികമായ, സങ്കടമേറിയ രോഗത്തിന്റെയും ദുഃഖത്തിന്റെയും പരാജയങ്ങളുടെയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെയും കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ, പേരൻസിന്റെ വിഷയത്തിൽ, ജോലി വിഷയത്തിൽ, പലവിധ പ്രതികൂലങ്ങളുടെ മധ്യേ നമ്മൾ ഇസ്രായേൽ ജനം പറഞ്ഞതുപോലെ പറഞ്ഞിട്ടുണ്ട്, ഇനിയും എന്റെ മുൻപിൽ ആശയ്ക്ക് വഴിയില്ല, ഇനി ഞാൻ എന്തിനു ജീവിക്കണം, ഞാൻ എങ്ങനെ മുൻപോട്ട് പോകും, എന്താണ് എനിക്ക് പ്രതീക്ഷയ്ക്കുള്ള വക, സകലവും നഷ്ടപ്പെട്ടു, നഷ്ടപ്പെടുത്തി, ഇനി ഞാൻ എന്തിന് ജീവിക്കണം? അങ്ങനെയുള്ളവരോട് ഈ നിലകളിൽ ആരെങ്കിലും ഇന്ന് സ്വയം ചോദിക്കുകയോ
ദൈവത്തോട് ചോദിക്കുകയോ മറ്റാരോടെങ്കിലും ചോദിക്കുകയോ ചെയ്യുന്നവർ ജീവജലം കേൾക്കുന്നുവെങ്കിൽ, പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, എന്റെ യുവജന സുഹൃത്തുക്കളെ, സ്വർഗത്തിലെ ദൈവം ഈ പ്രഭാതത്തിൽ പറയുകയാണ്, നിങ്ങളെ മടക്കിയെത്തിക്കുന്ന ദൈവമാ, സ്വദേശത്ത് പാർപ്പിക്കുന്ന ദൈവമാ, നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവിനെ പകരുന്ന ദൈവമാ. അതെ, നമ്മുടെ സംശയത്തിന്റെ ആത്മാവ് മാറിപ്പോകട്ടെ, ചോദ്യങ്ങളുടെ ആത്മാവ് മാറിപ്പോകട്ടെ, പിറുപിറുപ്പിന്റെ ആത്മാവ് നീങ്ങിപ്പോകട്ടെ. നമ്മുടെ ഹൃദയത്തിൽ സമാധാനം തരാതെ, സന്തോഷം തരാതെ, എപ്പോഴും വേദനയും കണ്ണുനീരും പ്രശ്നത്തിലുമായിരിക്കുന്ന ഇത്തരത്തിലുള്ള ദുരാത്മാവ് മാറി സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ദൈവകൃപയുടെയും ആത്മാവ് നമ്മിൽ വ്യാപരിക്കട്ടെ. ഈ നാളുകളിൽ നമ്മുടെ ദേശത്ത്, നമ്മുടെ തലമുറയിൽ, നമ്മുടെ യുവതി യുവാക്കളിൽ വ്യാപരിക്കുന്ന ദുഷ്ടന്റെ എല്ലാവിധ ദുരാത്മാവും മാറിപ്പോയി ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയട്ടെ. അങ്ങനെ നമ്മുടെ കുടുംബങ്ങൾ, കുഞ്ഞുങ്ങൾ, യുവതലമുറ, നമ്മുടെ സഭ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. അതെ പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബത്തിനകത്ത് സന്തോഷം നിറയട്ടെ, സമാധാനം നിറയട്ടെ. അന്യോന്യം ആശ്വസിപ്പിക്കുന്ന വാക്കുകൾ, പ്രോത്സാഹിപ്പിക്കുന്ന വാക്കുകൾ, അന്യോന്യം ധൈര്യപ്പെടുത്തുന്ന വാക്കുകൾ നമ്മുടെ കുടുംബത്ത്, നമ്മുടെ കൂട്ടുകാർക്കിടയിൽ, സഭയിൽ മുഴങ്ങട്ടെ. ഇതൊക്കെയാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നു എന്നതിന്റെ തെളിവുകൾ. അല്ലാതെയുള്ള ദുരാത്മാവും അന്യാത്മാവും അനാവശ്യമായിട്ടുള്ള ചിന്തകളുമാണ് ഇസ്രായേൽ ജനം പറഞ്ഞതുപോലെ ഇനിയും പ്രത്യാശയില്ല, തീരെ മുടിഞ്ഞിരിക്കുന്നു, ഇനി മുൻപോട്ട് എങ്ങനെ പോകും, ഇങ്ങനെയുള്ള ചോദ്യങ്ങളും ചിന്തകളും നമ്മളെ വല്ലാതെ അലട്ടുന്നുണ്ടോ? നിങ്ങളെ ഭാരപ്പെടുത്തുന്നുണ്ടോ? ഉറക്കം നഷ്ടപ്പെടുത്തുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിന്റെ നന്മയെ കെടുത്തിക്കളയുന്നുണ്ടോ? ചോദ്യങ്ങൾ മാത്രം മനസ്സിൽ ഉയരുന്നുണ്ടോ? ഉത്തരം കിട്ടാതെ ആകമാനം അഴലുകയാണോ, ഉഴലുകയാണോ? സഹോദരങ്ങളെ, അത് ദുരാത്മാവാണ്. അതിനെ ഒഴിവാക്കി വാഗ്ദത്ത വചനം ഇന്ന് നമുക്ക് നൽകിയ ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയട്ടെ. അതെ, നമ്മുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ ദൈവാത്മാവിനാൽ നിറയപ്പെടുന്നതും, അത് കേൾക്കുന്നവർ മറ്റൊരാൾ അവരുടെ വേദന മറന്ന്, സങ്കടം മറന്ന് ധൈര്യപ്പെടുന്നത്, അന്യോന്യം സന്തോഷിപ്പിക്കുന്നത്, ദൈവകൃപയിൽ നിലനിൽക്കുന്ന വാക്കുകൾ പുറത്തു വരട്ടെ. അർത്ഥാൽ പ്രത്യാശയുടെ, സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ, സംതൃപ്തിയുടെ വാക്കുകൾ നമ്മിൽ നിന്ന് വരണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കണം. അതെ, ഇന്ന് പകൽ ആ നിലകളിൽ തമ്പുരാൻ നമ്മെ പണിതെടുക്കട്ടെ, നമ്മളെ ഒരുക്കട്ടെ. അതിനായി നമ്മെ തന്നെ സമർപ്പിക്കാം. അതുകൊണ്ട് ജീവിതം പലപ്പോഴും നമുക്ക് പ്രതീക്ഷിക്കുന്നത് പോലെ അത്ര സന്തോഷമോ സുഖകരമോ ആയിരിക്കുകയില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ അതിൽ നാം വീണുപോകാതെ പ്രാർത്ഥനയോടെ അതിനെ നേരിടുക, ജയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം, അഥവാ ഒരു ദൈവ പൈതലിന്റെ ഉത്തരവാദിത്വം. പ്രിയ ദൈവജനമേ, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്നോ? അത് ഏത് പ്രായത്തിലുള്ളതുമായിക്കൊള്ളട്ടെ. കുടുംബത്തിലുള്ള ചില വേദനകൾ, രോഗങ്ങൾ, മക്കൾ മുഖാന്തരം നിങ്ങൾ നേരിടുന്ന ചില അപമാനങ്ങൾ, പ്രതിസന്ധികൾ നിങ്ങളെ വല്ലാതെ അലട്ടുന്നുണ്ടോ? നിന്ദയുടെയും പരിഹാസത്തിന്റെയും മധ്യേ കടന്നു പോകുന്നോ? ഒരു ഭവനമണി ആഗ്രഹിച്ചിട്ട് പൂർത്തീകരിക്കാൻ പറ്റാതെ വേദനിക്കുന്നുവോ? നിങ്ങളുടെ ശരീരത്തിൽ മാറി മാറി അലട്ടുന്ന ചില രോഗത്തിന്റെ ദുരാത്മാവ് നിങ്ങളെ അസഹ്യപ്പെടുത്തുന്നുവോ? അവയെല്ലാം ഇന്ന് യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ വസിക്കട്ടെ.
നമ്മുടെ സഭയ്ക്കകത്ത് ഈ നാളുകളിൽ വ്യാപരിക്കുന്ന ദുഷ്ടന്റെ തന്ത്രങ്ങൾ, ദുഷ്ടന്റെ കുതന്ത്രങ്ങൾ മാറിപ്പോയി ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിക്കട്ടെ. അന്യോന്യം സ്നേഹിക്കുവാൻ, കരുതുവാൻ, ക്ഷമിക്കുവാൻ, ചേർത്ത് പിടിക്കുവാൻ, പങ്കിടുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഒരുക്കട്ടെ. അങ്ങനെ ദൈവവചനം അനുശാസിക്കുന്ന ധന്യമായ ജീവിതത്തിന്റെ ഉടമകളായി ഈ ലോകത്തിന്റെ ഏത് കോണിൽ പാർത്താലും ഒരു യഥാർത്ഥ ദൈവവൈതലായി സാക്ഷ്യത്തോടെ ജീവിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ ഒരുക്കട്ടെ. അതിനു വേണ്ടത് ഒരേ ഒരു കാര്യമാണ്. ദൈവത്തിന്റെ ആത്മാവ് എന്നിൽ വസിക്കണം, നമ്മുടെ കുടുംബങ്ങൾ വസിക്കണം, നമ്മുടെ തലമുറകൾ വസിക്കണം, നമ്മുടെ സഭയിൽ വസിക്കണം, നമ്മുടെ ദേശത്ത് വസിക്കണം. അതിന് നമ്മെ തന്നെ താഴ്ത്തിയേൽപ്പിച്ച് വചനപ്രകാരം ജീവിതത്തെ ക്രമപ്പെടുത്തി പ്രാർത്ഥനയോടെ മുന്നേറാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിനായി നമ്മെ ഒരുക്കട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. നിത്യമായ സ്നേഹത്താൽ ഞങ്ങളെ എല്ലായ്പ്പോഴും സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ജീവിതയാത്രയിൽ വേദനകളും പ്രശ്നങ്ങളും ഭാരങ്ങളും പ്രതികൂലങ്ങളും അടിക്കടി നേരിടുമ്പോൾ ഇസ്രായേൽ ജനം കരഞ്ഞതുപോലെ ഞങ്ങളുടെ പ്രത്യാശ നഷ്ടപ്പെട്ടു. മുൻപോട്ട് നോക്കുമ്പോൾ ആശയ്ക്ക് വകയില്ല, ഞങ്ങൾ ആകമാനം മുടിഞ്ഞിരിക്കുന്നു എന്ന് പലപ്പോഴും വിളിച്ചു പറഞ്ഞ് ഞങ്ങൾ പിന്മാറിപ്പോകുന്നവരാ, പിറുപിറുക്കുന്നവരാ. എന്നാൽ ഇന്നത്തെ ദൈവത്തിന്റെ വചനം വളരെ ശക്തമായി ഞങ്ങളെ ആഹ്വാനം ചെയ്തുവല്ലോ. ഞങ്ങൾ ഏതവസ്ഥയിൽ തകർന്ന് തരിപ്പണമായി ശവക്കുഴിക്കുള്ളിൽ പോയാലും അവിടെ നിന്ന് ഞങ്ങളെ എടുത്ത് മടക്കി വരുത്തി ഞങ്ങളുടെ ദേശത്ത് പാർപ്പിക്കുകയും ഞങ്ങളുടെ ഉള്ളിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയ്ക്കുകയും ചെയ്യുമെന്ന് ആ നിലകളിൽ ഇന്ന് ഞങ്ങളെ ഒരുക്കണമേ. അതിനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ദൈവവചനം കേൾക്കുന്ന ഓരോരുത്തരെയും തമ്പുരാൻ പണിയണം, അവിടുത്തെ ആത്മാവിനാൽ നിറയ്ക്കണം. ഇന്ന് കടന്നു പോകുന്ന സകല വിഷയത്തിന്മേലും ജയം നേടിക്കൊണ്ട് പ്രാർത്ഥനയോടെ സാക്ഷ്യത്തോടെ അങ്ങേക്ക് വേണ്ടി ഒരുങ്ങുവാനും അനേകരെ ഒരുക്കുവാനും നിത്യത്തിൽ എത്തിച്ചേരുവാനും ഞങ്ങളെ സഹായിക്കണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഇന്ന് നാം വചനത്തിൽ നിന്ന് കേട്ടതുപോലെ നമ്മുടെ ദൈനംദിന ജീവിത പ്രശ്നങ്ങൾ നമ്മെ ദൈവത്തിൽ നിന്നും അകറ്റുവാൻ ഇടയാവരുത്. ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ, വിശ്വാസത്തോടെ മുന്നേറുവാൻ ഇടയാകണം. കാരണം നമ്മിൽ വസിക്കുന്നത് അശുദ്ധാത്മാവോ ദുരാത്മാവോ ഒന്നുമല്ല, ദൈവത്തിന്റെ ആത്മാവാണ്. അതെ, ആ ആത്മാവിനാൽ നിറയപ്പെട്ട് സന്തോഷകരമായ, പ്രത്യാശ നിർഭരമായ, ധന്യമായ ജീവിതത്തിന്റെ ഉടമകളായി കർത്താവിനെ സേവിക്കുവാൻ, കർത്താവിനെ ഉയർത്തുവാൻ, കർത്താവിന്റെ വിശ്വസ്ത സാക്ഷികളായി നിലകൊള്ളുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഓരോരുത്തരെയും ഒരുക്കുകയും ചെയ്യട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.